ഇന്ന് റോ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കോഡി റോഡ്സ് ആണ് ഫസ്റ്റ് വന്നതിന് ശേഷം നാക്കമോറയുടെ കൂടെ നടന്ന മാച്ചിനെ പറ്റി പറയണോ, റോയൽ റംബിൾ മാച്ചിനെ പറ്റി പറയണോ എന്നൊക്കെ ഫാൻസിനോട് കോഡി ചോദിക്കുന്നുണ്ട്. അത്തരത്തിൽ സംസാരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഡ്രൂ മാക്കൻഡയർ വരുന്നതായിട്ടും വന്നതിന് ശേഷം ഡ്രൂ പറയുന്നത് ഇവര് മുൻപ് ടാഗ് ടീമായി വർക്ക് ചെയ്ത കാര്യത്തെ പറ്റിയും WWE ഒന്നിച്ചു വന്ന കാര്യത്തെ പറ്റിയും രണ്ടുപേരും WWE വിട്ട് പോയതിനു ശേഷം വീണ്ടും തിരികെ വന്ന കാര്യത്തെ പറ്റിയൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ ഈ സെഗ്മെന്റ് മുന്നോട്ട് പോകുമ്പോൾ കോഡി റോഡ്സിനെ പറ്റി ഡ്രൂ പറയുന്നത് നിന്റെ ഫാമിലിയിൽ നീ തന്നെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത് നിന്റെ ആ ഒരു സ്റ്റോറി എല്ലാം ഫിനിഷ് ചെയ്യും. പക്ഷെ ഇപ്രാവശ്യത്തെ റസൽമേനിയ അല്ലെങ്കിൽ റോയൽ റംബിളിൽ നിനക്കതിന് സാധിക്കില്ല. നിനക്കെന്നല്ല CM പങ്കിനും സാധിക്കില്ല, ആർക്കും സാധിക്കില്ല. അങ്ങനെ സാധിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം എന്നെ എലിമിനേറ്റ് ചെയ്യണം. ഞാനാണ് ഇപ്രാവശ്യം റോയൽ റംബിൾ മാച്ച് വിൻ ചെയ്ത് എൻ്റെ സ്റ്റോറിയാണ് അവസാനിപ്പിക്കാൻ പോകുന്നത് എന്നാണ് ഡ്രൂ മാക്കൻഡയർ പറഞ്ഞത്. ഇത് കേട്ടതിന് ശേഷം കോഡി റോഡ്സ് റോയൽ റംബിൾ മാച്ച് ജയിക്കും എന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്നാലും ഞാൻ ശ്രമിക്കും. അതുപോലെ തന്നെ നീ തന്നെ ജയിക്കണമെന്നില്ല, കാരണം CM പങ്ക് ജയിക്കാം, ജെയുസോ ജയിക്കാം, ആർക്ക് വേണമെങ്കിലും റോയൽ റംബിൾ മാച്ച് ജയിക്കാം എന്നൊക്കെയാണ് കോഡി റോഡ്സ് തിരിച്ചു പറഞ്ഞത്. ഇതിൽ ജെയുസോയുമായിട്ടുള്ള പ്രശ്നത്തെ പറ്റിയും ഈ സെഗ്മെന്റിൽ ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ജെയുസോനെ റോയൽ കൊണ്ടുവന്നത് ഇഷ്ടപ്പെടാത്തത് പോലെയെല്ലാം. അപ്പോൾ ഈ സെഗ്മെന്റിൽ ഇതാണ് ഉദ്ദേശിച്ചത്. നെക്സ്റ്റ് വീക്ക് CM പങ്കും കോഡി റോഡ്സിനും ഫേസ് ടു ഫേസ് സെഗ്മെന്റ് ഉണ്ട്. എന്തായാലും ഇപ്രാവശ്യത്തെ റോയൽ റംബിൾ മാച്ച് തീപാറും. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ സെഗ്മെന്റ് എല്ലാം വെച്ചിട്ടുള്ളത്. പിന്നീട് ബാക്ക് സ്റ്റേജിൽ R-Truthന്റെ സെഗ്മെന്റ് കാണിച്ചു. അതായത് ഡാമിൻ പ്രീസ്റ്റ് വന്നുകൊണ്ട് നീ എന്തിനാണ് ഞങ്ങളുടെ ടീഷർട്ട് എല്ലാം വിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഈ സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ R-Truth പ്രശ്നമുണ്ടാക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡാമിൻ പ്രീസ്റ്റിന് ഷെയർ കൊടുക്കും. അപ്പോൾ ഡാമിൻ പ്രീസ്റ്റ് ചോദിക്കുന്നത് ഇത് എല്ലാവർക്കും കൂടിയിട്ടുള്ളതാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, ഇത് നിനക്ക് മാത്രമാണ്, എല്ലാവർക്കും ഞാൻ തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് R-Truth നമ്മളൊരു കുടുംബമാണ് എന്നൊക്കെ പറയും. ഈ സെഗ്മെന്റിന്റെ അവസാനം ഡാമിൻ പ്രീസ്റ്റ് പറയുന്നുണ്ട് ഇന്ന് നടക്കാൻ പോകുന്ന മാച്ചിൽ മിസ്സിന് യാതൊരു കാരണവശാലും ടാഗ് കൊടുക്കരുത് എന്നൊക്കെ. അപ്പോൾ R-Truth ഒന്ന് ചിന്തിച്ചുകൊണ്ട് അത് ശരിയാണ്, നമ്മളൊരു കുടുംബമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സെഗ്മെന്റ് അവസാനിച്ചു. അതിനുശേഷം ഫസ്റ്റ് നടന്ന മാച്ച് ജോണി ഗർഗാനോ ടൊമോസ സിയാമ്പ വേഴ്സസ് ഡൊമിനിക് മിസ്റ്റീരിയ ആൻഡ് JD മെക്ഡാനിക് ഇവർക്ക് തമ്മിലുള്ള ടാഗ് ടീം മാച്ചാണ് നടന്നത്. അപ്പോൾ ഈ ഒരു ടാഗ് ടീം മാച്ച് അടിപൊളി മാച്ചായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. രണ്ട് ടീമിന്റെയും പെർഫോമൻസ് ഈ മാച്ചിൽ നന്നായിട്ടുണ്ട്. ഈ മാച്ചിന്റെ അവസാനത്തിൽ JDയെ ഡബിൾ ഫിനിഷർ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ DIY ടീമാണ് വിൻ ചെയ്തത്. പിന്നീട് വുമൺസിന്റെ ടാഗ് ടീം മാച്ച് നടന്നു. കാൻഡിസ് ലോറ ആൻഡ് ഇൻഡി ഹാർട്ട്വെൽ വേഴ്സസ് പൈപ്പർ നിവിൻ ആൻഡ് ചെൽസി ഗ്രീൻ ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. ഈ മാച്ചിന്റെ അവസാനത്തിൽ ചെൽസി ഗ്രീനെ ഫിനിഷർ ചെയ്തുകൊണ്ട് ഈ മാച്ച് കാൻഡിസ് ലോറ ആൻഡ് ഇൻഡി ഹാർട്ട്വെൽ ഇവരാണ് വിൻ ചെയ്തത്. പിന്നീട് IC ചാമ്പ്യൻ ഗന്ധറിന്റെ സെഗ്മെന്റ് നടന്നു. അപ്പോൾ ഈ സെഗ്മെന്റിൽ ആരെങ്കിലും ഗന്ധറിനെ ചാലഞ്ച് ചെയ്യാൻ വരും എന്നാണ് വിചാരിച്ചത്. എന്നാൽ ഈ സെഗ്മെന്റിന്റെ അവസാനം ഗന്ധർ പറഞ്ഞത് അതായത് കഴിഞ്ഞ റോയൽ റംബിൾ മാച്ചിൽ മത്സരിച്ച തനിക്ക് വിജയിക്കാൻ സാധിച്ചില്ല എന്ന് ഗന്ധർ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഈ വർഷത്തെ റോയൽ റംബിൾ മാച്ചിൽ താൻ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പുമായി മത്സരം ചെയ്യുമെന്നും ആ മാച്ച് ജയിച്ചതിന് ശേഷം ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പുമായി റസൽമേനിയ മെയിൻ ഇവന്റ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ലൂഡ്വിഗ് കൈസർ ഇംപീരിയം ടീം നന്നായി കൊണ്ടുപോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭിനന്ദിക്കുന്നത് പോലെയും ലൂഡ്വിഗ് കൈസറിനോട് സംസാരിക്കാനായിട്ട് ആവശ്യപ്പെടും. ശേഷം ലൂഡ്വിഗ് കൈസർ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ കോഫി കിസ്റ്റനെ അറ്റാക്ക് ചെയ്തതിന് പകരം ചോദിക്കാനായിട്ട് സേബി റൂട്ട്സ് അവിടെ വന്നുകൊണ്ട് ഒരു മാച്ചിന് വേണ്ടി ചാലഞ്ച്. ലൂഡ്വിഗ് കൈസറും ആ മാച്ച് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ചാണ് നടന്നത്. അപ്പോൾ ഈ മാച്ചിന്റെ അവസാനം കൈസർ കോഫി കിസ്റ്റനെ അറ്റാക്ക് ചെയ്തതുപോലെ തന്നെ ചെയർ വെച്ച് അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ അത് സേബി റൂട്ട്സ് അത് മാറുന്നതായിട്ടും അതിനുശേഷം അതേ ചെയർ വെച്ചുകൊണ്ട് ലൂഡ്വിഗ് കൈസറിനെ തിരിച്ച് അറ്റാക്ക് ചെയ്യും. അതുകൊണ്ട് റെഫറി ആ മാച്ച് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് ഡിസ്ക്വാളിഫിക്കേഷൻ മൂലം ലൂഡ്വിഗ് കൈസർ ജയിച്ചു എന്ന് പറയും. പിന്നീട് സേബി റൂട്ട്സ് ചെയർ എടുത്ത് അറ്റാക്ക് ചെയ്യാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല. ഫാൻസിന്റെ സൈഡിൽ കൂടെ ലൂഡ്വിഗ് കൈസർ എസ്കേപ്പായി പോകുന്നതായിട്ടാണ് ഈ സെഗ്മെന്റിൽ കാണിച്ചത്. പിന്നീട് ബാക്ക് സ്റ്റേജിൽ വെച്ചുകൊണ്ട് സേവി റൂട്ട്സിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ജെയുസ വന്ന് സേവ് ചെയ്യുന്നത് പോലെയും ഒരു സെഗ്മെന്റ് കാണിച്ചിരുന്നു. അപ്പോൾ ജെയുസ ആയിരിക്കാം അടുത്ത ഓപ്പോണന്റ്. ഇത് മുൻപേ തന്നെ നമ്മൾക്ക് അറിയാവുന്നതാണ്, എന്നാലും വീണ്ടും ഇത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അക്കിരോ ടൊസാവ വേഴ്സസ് ഐവാർ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് നടന്നു. അപ്പോൾ ഈ മാച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഈ മാച്ചിൽ ഐവാർ വിൻ ചെയ്യും എന്നാണ് നമ്മളെല്ലാവരും വിചാരിച്ച് കാണാം. എന്നാൽ മാച്ചിന്റെ അവസാനം റോപ്പിന്റെ മുകളിൽ നിന്നും മോൺസോൾട്ട് അടിക്കാൻ നോക്കിയ ഐവാറിനെ അക്കിരോ ടൊസാവ അങ്ങനെ തന്നെ പവർ ബോം ചെയ്യുന്നതായിട്ടും ശേഷം അങ്ങനെ തന്നെ പിൻ ചെയ്ത് ഈ മാച്ചിൽ അക്കിരോ ടൊസാവയാണ് വിൻ ചെയ്തത്. മറ്റൊരു കാര്യം എന്തെന്നാൽ അക്കിരോ ടൊസാവയ്ക്ക് ആ ഒരു ഫിനിഷർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത് മാക്സി ഡുപ്രിയാണ്. അത് കണ്ട് ദേഷ്യം വന്ന
വാൽഹല്ല മാക്സി ഡുപ്രി അറ്റാക്ക് ചെയ്യുന്നതായിട്ടും അതുപോലെ തന്നെ അക്കിറോ ടെസവയെ മൂൺസോൾട്ട് ചെയ്തുകൊണ്ട് ഐവാറ് ടീം ലീഡ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണിച്ചത്. നെക്സ്റ്റ് വീക്ക് ചാറ്റ് കേബിളുമായിട്ട് മാച്ച് ഉണ്ട്. പിന്നീട് വുമൺസ് വേൾഡ് ചാമ്പ്യൻ റിയ റിപ്ലിയുടെ സെഗ്മെന്റ് നടന്നു. ഈ സെഗ്മെന്റിന്റെ പകുതിക്ക് വെച്ച് ബെക്കി ലിഞ്ച് വന്നുകൊണ്ട് റോയൽ റംബിൾ മാച്ച് വിൻ ചെയ്ത് റിയ റിപ്ലിയുടെ കൂടെ റെസൽമേനിയയിൽ മാച്ച് ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞത്. ശേഷം റിയ റിപ്ലിയും നിങ്ങൾ തന്നെ റോയൽ റംബിൾ മാച്ച് വിൻ ചെയ്ത് റെസൽമേനിയയിൽ എൻ്റെ കൂടെ മാച്ചിന് വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സെഗ്മെന്റ് അവസാനിപ്പിച്ചു. അപ്പോൾ നോക്കാം ബെക്കി റോയൽ റംബിൾ ജയിച്ച് റിയ റിപ്ലിയെ ചാലഞ്ച് ചെയ്യോ എന്ന്. പിന്നീട് മിസ് ആൻഡ് R-Truth വേഴ്സസ് ടാഗ് ടീം ചാമ്പ്യൻസായ ഫിൻ ബാലർ ആൻഡ് ഡാമിൻ പ്രീസ്റ്റ് ഇവർക്ക് തമ്മിലുള്ള ടാഗ് ടീം മാച്ച് നടന്നു. അപ്പോൾ മാച്ചിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഫണ്ണായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അതായത് R-Truthന്റെ കയ്യിൽ നിന്നും ഒരുപാട് പൈസ റിങ്ങിൽ പോകുന്നതായിട്ടും അത് ആ ഒരു ടീഷർട്ട് വിറ്റതിൻ്റെ ഷെയറിൻ്റെ ഭാഗമായിട്ടെല്ലാം കൊണ്ടുവന്നതാണ്. അത് ഫിൻ ബാലർ ഡാമിൻ പ്രീസ്റ്റ് ഇവർക്കെല്ലാം R-Truth കൊണ്ട് കൊടുക്കുന്നതായിട്ടും ഫസ്റ്റ് ഫിൻ ബാലറിന് അത് ഇഷ്ടപ്പെടാത്തത് പോലെയും പിന്നീട് ഒരുവിധം പൈസയെല്ലാം ഫിൻ ബാലർ എടുത്തു വയ്ക്കുന്നതായിട്ടും ശേഷം ഡൊമിനിക്കും ജെഡിയും വന്നുകൊണ്ട് ഷെയർ ചോദിക്കുന്നത് പോലെയെല്ലാം ഒരു സെഗ്മെന്റ് കാണിച്ചിരുന്നു. മാച്ചിൻ്റെ അവസാനത്തിൽ ഡാമിൻ പ്രീസ്റ്റ് പറയുന്നുണ്ട് നമ്മളെല്ലാം ഒരു ടീമാണ്, നമ്മളെ തന്നെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല എന്നൊക്കെ. അതിനുശേഷം അടുത്ത സെക്കൻഡിൽ തന്നെ R-Truthനെ ചോക്സ്ലാൻ ചെയ്ത് ഫിൻ ബാലറിനെ കൊണ്ട് പിൻ ചെയ്യിപ്പിച്ച് ആ ഒരു മാച്ചിൽ ഡാമിൻ പ്രീസ്റ്റ് ആൻഡ് ഫിൻ ബാലർ ഇവരാണ് വിൻ ചെയ്തത്. ഇപ്പോൾ R-Truthന്റെ സെഗ്മെന്റ് മാച്ച് എല്ലാം അടിപൊളിയായിട്ടാണ് പോകുന്നത്. പിന്നീട് ഷൈന ബേസ്ലർ സോയി സ്റ്റാർക്ക് ഫോഴ്സസ് ടീഗൻ നോക്സ് ആൻഡ് നറ്റാലിയ ഇവർക്കൊരു ടാഗ് ടീം മാച്ച് നടന്നിരുന്നു. ഈ മാച്ചിന്റെ അവസാനത്തിൽ ഷൈന ബേസ്ലർ നറ്റാലിയനെ സബ്മിഷൻ ലോക്ക് ഉപയോഗിച്ച് ഈ മാച്ചിൽ ഷൈന ബേസ്ലർ ആൻഡ് സോയി സ്റ്റാർക്ക് ഇവരാണ് വിൻ ചെയ്തത്. പിന്നെ ബാക്ക് സ്റ്റേജിൽ പല സെഗ്മെന്റും കാണിച്ചിരുന്നു. അതായത് സെത്ത് ജിന്ദർ മഹൽ ഇവർ ആ ചാമ്പ്യൻഷിപ്പ് മാച്ചിനെ പറ്റി പറയുന്നതായിട്ടും അതുപോലെ തന്നെ നെക്സ്റ്റ് വീക്ക് റോ എപ്പിസോഡിൽ ഡ്രൂ മെക്കൻഡയറിനും ഡാമിൻ പ്രീസ്റ്റിനും ഒരു സിംഗിൾസ് മാച്ച് കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നീട് റോ എപ്പിസോഡ് മെയിൻ ഇവന്റ് ആയി നടന്നത് വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. വേൾഡ് ചാമ്പ്യനായ സെത്ത് റോലൻസ് ജിന്ദർ മഹൽ ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. ഈ മാച്ചിൽ ജിന്ദർ മഹൽ തനിയെ വരാതെ ജിന്ദർ മഹലിന്റെ ടീമിനെയും കൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മാച്ചിന്റെ പല സമയങ്ങളിലും സെത്തിനെ ഇവർ ഡിസ്റ്റർബ് ചെയ്യുന്നതായിട്ടെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. മാച്ചിൻ്റെ പകുതിക്ക് വെച്ച് ഡാമിൻ പ്രീസ്റ്റ് മണി ഇൻ ദി ബാങ്കുമായി വന്നു. അപ്പോൾ ഈ മാച്ച് മൊത്തത്തിൽ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത്. മാച്ചിൻ്റെ ക്ലൈമാക്സിൽ ഡാമിൻ പ്രീസ്റ്റ് ക്യാഷ് ഇൻ ചെയ്യാൻ പോകുന്ന സമയത്ത് ഡ്രൂ മാക്കൻഡയർ വന്നുകൊണ്ട് ഡാമിൻ പ്രീസ്റ്റുമായിട്ട് പ്രശ്നമുണ്ടാക്കി ഇവർ രണ്ടുപേരും അറ്റാക്ക് ചെയ്ത് അവിടെ നിന്നും പോകും. ശേഷം ജിന്ദർ മഹലിന്റെ ടീം റെഫറി കാണാതെ ഡാമിൻ പ്രീസ്റ്റിന്റെ മണി ഇൻ ദി ബാങ്ക് വെച്ച് സെത്ത് റോളൻസിനെ അറ്റാക്ക് ചെയ്യും. അടുത്ത സെക്കൻഡിൽ തന്നെ ജിന്ദർ മഹൽ ഫിനിഷർ ചെയ്തു. അപ്പോൾ ന്യൂസിൽ പറഞ്ഞതുപോലെ സെത്ത് തോൽക്കുമോ എന്ന് വിചാരിച്ച അടുത്ത സെക്കൻഡിൽ തന്നെ സെത്ത് അത് കിക്ക് ഔട്ട് ചെയ്തു. ശേഷം ഒരു അവസരം കിട്ടുമ്പോൾ കർവ് സ്റ്റംപ് ഫിനിഷർ യൂസ് ചെയ്തുകൊണ്ട് സെത്ത് റോളൻസ് ആണ് ഈ ഒരു മാച്ചിൽ വിൻ ചെയ്ത് സ്റ്റിൽ ചാമ്പ്യൻ ആയത്. അപ്പോൾ ഈ മാച്ച് മൊത്തത്തിൽ അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത്. മൊത്തത്തിൽ റോ എപ്പിസോഡ് നല്ല റോ എപ്പിസോഡായിരുന്നു. ഒരു വേറെ ലെവൽ ഷോ എന്നൊന്നും പറയുന്നില്ല, നല്ല റോ എപ്പിസോഡ് എന്നേ പറയുന്നുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.